സത്യം പറഞ്ഞു കഴിഞ്ഞാല് പല മനുഷ്യനിപ്പൊ പല പല ആഗ്രഹങ്ങളായിരിക്കുമല്ലോ. ഇപ്പൊ സി എം ആണെന്ന് തോന്നുന്നു. മതിയടാ ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. ഒരു വർഷം കഴിയുമ്പോ അങ്ങ് രാജിവെക്കും. നമ്മൾ മനസ്സിലാണല്ലോ ഇതൊക്കെ. അത് നമ്മൾ പുറത്തു പോയി പറയില്ല, ഞാൻ പുറത്തു പോയി പറയും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. കാരണം നമ്മുടെ സിനിമയിൽ നിന്നുള്ള ഒരാൾ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനത്ത് സി എം ആയി വരുന്നു. അപ്പൊ നമ്മളത് നോക്കിക്കാണുന്നത് നമ്മളെ ഫ്രറ്റേണിറ്റിയിൽ ഒരാള് സി എം ആണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടി ചാരിറ്റി ഒക്കെ ചെയ്തു വിജയ് ചെയ്ത പോലെ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. നമുക്ക് ഭയങ്കര കൗതുകവും അദ്ദേഹം സി എം ആയി. അപ്പൊ അജു നോക്കിയപ്പോ ഇവിടെ ഒരുത്തിന് സി എം ആക്കണല്ലോ. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഞാനിപ്പോ ഓൾറെഡി തീരുമാനം എടുത്തിരിക്കുകയാണ് സി എം ആവാൻ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ? അജുവിനെ പറയുന്നൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്ത് കേൾക്കാൻ വന്നു കഴിഞ്ഞാല് ഞാൻ കുത്തോളം എടുത്തോളും. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്, അല്ലാണ്ട് ഈ ആത്മവിശ്വാസം ഉണ്ടാക്കണവനല്ല. ഞാനിത് കേൾക്കേണ്ടവനാ. നീ ഇത് കേൾക്കണമെന്ന് തന്നെയാണ്. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. കാരണം ദളപതി വിജയ് സി എം ആയി, എന്നാ പിന്നെ ആശാൻ സി എം ആയ സ്ഥിതിക്ക് നമ്മളിവിടെ സി എം ആവും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണം. നമുക്ക് ക്വാളിഫിക്കേഷൻ കുറവൊന്നുമില്ലല്ലോ. പിന്നെ ഇതൊക്കെ പറയാൻ എളുപ്പാ, പക്ഷെ ഇതിനൊക്കെ അതിന്റേതായ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഞാൻ തമാശ പറയില്ല കേട്ടോ. സി എം ആവാനും പിന്നെ ചില അമ്മയുടെ പ്രസിഡന്റ് ഒക്കെ ആവാനും യോഗ്യത ഉള്ള ഒരാൾ തന്നെയാണ്. എനിക്കറിയാൻ തന്നെയാണ് ചോദിക്കുന്നത്. എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ കരിയറിന് ഉച്ചത്തെ ഞാൻ വിട്ടിട്ട് വേണം വരാൻ. പടച്ചോനെ, ഇത് പുലിവാലാവൂലോ? ഇത് പുലിവാലാവും, ഇത് പുലിവാലാവേ. കരിയറിന് ഉച്ചത്തിലാണല്ലോ ഞാൻ ഉച്ചയിലടിച്ച്. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ.